ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. തനുക്കുട്ടിയുടെ അല്ല, തനുക്കുട്ടിയുടെ അമ്മയുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അത് ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു രാവിലെ തൊട്ട്. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ മഴയുണ്ടോ ഗായ്സ്? ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തോർന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മഴ പെയ്തതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ. കുറച്ച് നേരം തോർച്ച കിട്ടി. അപ്പോൾ തനുക്കുട്ടിയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവൾ ഉറങ്ങുന്നത് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഉറങ്ങത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ പാചകവും മറ്റേ പാത്രം കഴുകലും പണിയൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറിയായിട്ട് മുരിങ്ങയില കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മുരിങ്ങയില കറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ തേങ്ങയൊക്കെ അരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുപ്പത്താണ് ഞാൻ ഇന്നിപ്പോൾ വെക്കുന്നത്. അപ്പോൾ എന്താ മുരിങ്ങയില കറിക്ക് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ ഉണക്കമീൻ ശരിയാക്കി വെച്ചിരിക്കുകയാണ് വറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പച്ചമീനൊക്കെ നല്ല വിലയാണല്ലോ. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഉണക്കമീനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഉണക്കമീനെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അതിന് മസാലയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വരവി വെച്ചിരിക്കുകയാണ്. ഇതിപ്പം ഞാൻ ഉണക്കമീൻ വറക്കുന്നതിന് മുമ്പ് ഈ പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ കൈ വെച്ച് നോക്കുന്നത് ചൂടായോ എന്നൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനത്തെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കിന് ചെറുതായിട്ട് കുറച്ച് വെച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് മാറ്റി വെച്ച് ഈ പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ പപ്പടം? ആ പപ്പടം വറുത്ത് മാറ്റി വെച്ച എണ്ണയിലേക്കാണ് ഞാൻ ഉണക്കമീൻ വറക്കാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ പരിപ്പ് അവിടെ വെന്നുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ ഉണക്കമീനും ഏകദേശമായി കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു സൈഡ് ആയപ്പോൾ ഒന്ന് മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കുവാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ അമ്മയൊക്കെ പറയും ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും ഉണക്കമീൻ വറുത്ത കൂട്ടി കഴിക്കാനായിട്ട് ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അത് ശരിയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു മീനുണ്ടെങ്കിൽ നമുക്ക് ചോറ് നന്നായിട്ട് കഴിക്കാം. അതോടൊപ്പം ഒരു ചെറിയ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം പൊളിയാണ്. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ചമ്മന്തിയൊന്നും വെക്കുന്നില്ല. എനിക്ക് മുരിങ്ങയില കറി ഉള്ളതുകൊണ്ട് ഞാനിപ്പം പപ്പടവും കാച്ചി മീനും വറക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ ചോറ് ഞാനിങ്ങനെ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ട് ഊറ്റാനായിട്ട് മറക്കും. ലാസ്റ്റ് വിശക്കാറാകുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അയ്യോ ചോറ് ഊറ്റില്ല എന്ന്. ഇന്നിപ്പം ഞാൻ സെയിം സിറ്റുവേഷൻ തന്നെ. അപ്പോൾ ആദ്യം ചോറങ്ങ് ഊറ്റിയേക്കാൻ ഓർത്ത്. അപ്പോൾ ആ ഗ്യാപ്പിൽ എൻ്റെ പരിപ്പൊക്കെ വെന്ത് വന്നപ്പം ഞാൻ മുരിങ്ങയിലേക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ മുരിങ്ങയില കറി ഏകദേശം സെറ്റായി, ചോറ് ഊറ്റി. അങ്ങനെ ഉച്ചയൂണ് ഏകദേശം സെറ്റായി കേട്ടോ. ആ കൂട്ടത്തിലൊരു അച്ചാറും വെച്ച് ഞാൻ കഴിക്കാനിരിക്കുന്ന സമയം അവൾ ഉറങ്ങുമായിരുന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അവൾ എണ്ണീറ്റ് കേട്ടോ. പിന്നെ അവളെ എടുത്തുകൊണ്ട് വന്നത് പായിലോട്ട് കിടത്തി കേട്ടോ. എൻ്റെ വോയിസ് ക്ലിയർ ആകുമോയെന്നറിയില്ല, കാരണം ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഞാനിപ്പോൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇതിപ്പം 2 പില്ലോ കവറും വരുന്നുണ്ട്, ബെഡ്ഷീറ്റും വരുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് ക്യൂനാണ്. 471 രൂപയാണ് പ്രൈസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ല വെർത്താണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പോളിസ്റ്റർ പ്ലസ് കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ യൂസ് ചെയ്തു, വാഷ് ചെയ്തു, പക്ഷേ കളർ ഫെയ്ഡ് അല്ല. അതുപോലെ തന്നെ 2 പില്ലോ കവർ വരുന്നുണ്ട്. ഈ ഒരു പില്ലോ കവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിബ് ടൈപ്പാണ് പില്ലോ കവർ. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഞാനിങ്ങനെ സോഫയിൽ ഇങ്ങനെ ജസ്റ്റ് വിരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് പില്ലോ കവർ 2 വരിക. ഇതാണ് ബെഡ്ഷീറ്റ്. എന്തായാലും ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.